വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവലിന്റെ ഒന്നാം പുസ്തകം അധ്യായം 25. സാമുവൽ മരിച്ചു. ഇസ്രായേൽക്കാർ മുഴുവനും ഒരുമിച്ചുകൂടി അവനെക്കുറിച്ച് വിലപിച്ചു. റാമായിലുള്ള അവന്റെ ഭവനത്തിൽ അവനെ അവർ സംസ്കരിച്ചു. ദാവീദ് എഴുന്നേറ്റ് പാരാൻ മരുഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. മാവോനിൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ വസ്തുവക കാർമലിലായിരുന്നു. അയാൾ വളരെ വലിയവനായിരുന്നു. 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളും അയാൾക്കുണ്ടായിരുന്നു. തന്റെ ചെമ്മരിയാടുകളെ രോമം കത്രിക്കുമ്പോൾ അയാൾ കാർമലിൽ ഉണ്ടാകുമായിരുന്നു. അയാളുടെ പേര് നാബാൽ എന്നും അയാളുടെ ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. ആ സ്ത്രീ വിവേകോത്തമയും രൂപഭംഗിയുമുള്ളവളായിരുന്നു. അയാളാകട്ടെ കർക്കശനും ദുഷ്കർമ്മിയും ആയിരുന്നു. അവൻ കാലേബ്കാരനായിരുന്നു. നാബാൽ തന്റെ ചെമ്മരിയാടുകളെ രോമം കത്രിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവീദ് കേട്ടു. ദാവീദ് 10 ഭൃത്യന്മാരെ അവന്റെ പക്കലേക്ക് അയച്ചു. ഭൃത്യന്മാരോട് ദാവീദ് പറഞ്ഞു, കാർമലിലേക്ക് കയറി നാബാന്റെ പക്കൽ ചെന്ന് എന്റെ പേരിൽ നിങ്ങൾ അവനോട് സമാധാനത്തിനായി അഭ്യർത്ഥിക്കുവിൻ. നിങ്ങൾ ഇപ്രകാരം ജീവാശംസയായി പറയണം: നീ സമാധാനമുള്ളവനാകട്ടെ, നിന്റെ ഭവനം സമാധാനമുള്ളതാകട്ടെ, നിനക്കുള്ള സകലതും സമാധാനമുള്ളതാകട്ടെ. നിനക്ക് ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുണ്ടെന്ന് ഞാൻ കേട്ടു. നിനക്കുണ്ടായിരുന്ന ഇടയന്മാർ കാർമലിലായിരുന്ന കാലമെല്ലാം ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ അവരെ അവഹേളിച്ചില്ല. അവർക്ക് നഷ്ടമൊന്നും വന്നില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിക്കൂ, അവർ നിന്നോട് വിവരിക്കും. അതിനാൽ നിന്റെ ദൃഷ്ടികളിൽ ഈ ഭൃത്യന്മാർ പ്രീതി കണ്ടെത്തട്ടെ. കാരണം ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. നിനക്ക് കഴിയുന്നത് നിന്റെ ദാസന്മാർക്കും നിന്റെ പുത്രനായ ദാവീദിനും സദയം തരിക. ദാവീദിന്റെ ഭൃത്യന്മാർ ചെന്ന് ദാവീദിന്റെ നാമത്തിൽ നാബാലിനോട് മേൽപ്പറഞ്ഞ വിധമെല്ലാം അറിയിച്ചിട്ട് കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ദാസന്മാരോട് മറുപടിയായി ചോദിച്ചു, ആരാണ് ദാവീദ്? ജസ്സയുടെ പുത്രൻ ആരാണ്? തങ്ങളുടെ യജമാനന്മാരുടെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ചില ദാസന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എന്റെ അപ്പവും വെള്ളവും രോമം കത്രിക്കുന്നവർക്കായി ഞാൻ പാകം ചെയ്ത മാംസാഹാരവും എടുത്ത് എവിടെ നിന്നുള്ളവരാണെന്ന് എനിക്കറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് ഞാൻ കൊടുക്കണം പോലും. അപ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ തങ്ങളുടെ വഴിതിരിഞ്ഞ് മടങ്ങിയെത്തി. മേൽപ്പറഞ്ഞ വിധമെല്ലാം അവനോട് വിവരിച്ചു. അപ്പോൾ ദാവീദ് തന്റെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാൾ അണിയുവിൻ. അവർ ഓരോരുത്തരും താന്താങ്ങളുടെ വാൾ അണിഞ്ഞു. ദാവീദും തന്റെ വാൾ അണിഞ്ഞു. 400ഓളം പേർ ദാവീദിന്റെ പിന്നാലെ കയറിപ്പോയി. 200 പേർ ഭാണ്ഡങ്ങൾക്കരികിലിരുന്നു. ഭൃത്യന്മാരിൽ നിന്ന് ഒരുവൻ നാബാലിന്റെ ഭാര്യ അബിഗായിലിനോട് ഇപ്രകാരം വിവരിച്ചു: ഇതാ, നമ്മുടെ യജമാനനെ അനുഗ്രഹിക്കാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരുടെ നേരെ തട്ടിക്കയറി. ആ ആൾക്കാർ നമുക്ക് വളരെ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിലായിരിക്കുമ്പോൾ അവരോടുകൂടെ നടന്നിരുന്ന കാലത്തൊരിക്കലും ഞങ്ങൾ അവഹേളിക്കപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. ആട്ടിൻപറ്റത്തെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്ന നാളെല്ലാം, രാത്രിയിലാകട്ടെ പകലാകട്ടെ, അവർ ഞങ്ങളോട് ചേർന്ന് ഒരു മതിലായിരുന്നു. ആകയാൽ കണ്ടറിഞ്ഞ് എന്തെങ്കിലും ചെയ്യുക. എന്തെന്നാൽ നമ്മുടെ യജമാനനിലേക്കും അവന്റെ കുടുംബം മുഴുവൻ മേലും അനർത്ഥം വന്നെത്തിയിരിക്കുന്നു. അവനോ നേരിട്ട് സംസാരിക്കാൻ കൊള്ളരുതാത്തവനാണ്. അബിഗായിൽ തിടുക്കപ്പെട്ട് 200 അപ്പവും 2 തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 സെയാ മലരും ഉണക്കമുന്തിരിയുടെ 100 അടകളും അത്തിപ്പഴത്തിന്റെ 200 അടകളും ഒരുക്കി കഴുതകളുടെ മേൽ വെച്ചു.
അവൾ തന്റെ ഭൃത്യരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പേ കടന്നു പോകുവിൻ, ഞാനിതാ നിങ്ങൾക്കു പിന്നാലെ വരുന്നു. അവൾ തന്റെ ഭർത്താവായ നാബാലിനോട് അത് വിവരിച്ചതുമില്ല. അവൾ കഴുതപ്പുറത്ത് സവാരി ചെയ്ത് മലയുടെ മറപറ്റി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും ആളുകളും അവളുടെ നേരെ ഇറങ്ങി വരുന്നു. അവൾ അവരെ സന്ധിച്ചു. അപ്പോൾ ദാവീദ് പറയുകയായിരുന്നു, അവനുള്ള എല്ലാറ്റിലും നിന്ന് ഒന്നും തന്നെ നഷ്ടമാകാതെ മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് തികച്ചും വെറുതെയായി. അവനാകട്ടെ എനിക്ക് നന്മയുടെ സ്ഥാനത്ത് തിന്മ തിരിച്ചു നൽകി. ആണുങ്ങളായി അവനുള്ളവരിൽ നിന്ന് ആരെയെങ്കിലും പ്രഭാതം വരെ ഞാൻ അവശേഷിപ്പിക്കുന്നെങ്കിൽ ദൈവം ദാവീദിനോട് ഇപ്രകാരവും ഇതിലധികവും ചെയ്യട്ടെ. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായിൽ തിടുക്കപ്പെട്ട് കഴുതപ്പുറത്ത് നിന്നിറങ്ങി ദാവീദിന്റെ മുമ്പിൽ നിലത്ത് മുഖം ചേർത്ത് വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ പാദങ്ങളിൽ വീണു പറഞ്ഞു, എന്റെ പ്രഭു, ഈ തെറ്റ് എന്നിൽ മാത്രമായിരിക്കട്ടെ. നിന്റെ ദാസി നീ കേൾക്കെ സംസാരിച്ചു കൊള്ളട്ടെ. നിന്റെ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. നാബാലിനുമേൽ ആ കൊള്ളരുതാത്തവന്റെ നേർക്ക് എന്റെ യജമാനൻ വികാരം കൊള്ളരുതേ. എന്തെന്നാൽ അവന്റെ പേര് പോലെ തന്നെയാണ് അവൻ. അവന്റെ പേര് നാബാൽ. അവനോടൊപ്പം ഭോഷത്വമാണുള്ളത്. എന്റെ യജമാനനായ അങ്ങ് അയച്ച ഭൃത്യരെ അങ്ങയുടെ ദാസിയായ ഞാൻ കണ്ടതേയില്ല. ആകിയാൽ എന്റെ പ്രഭു, ജീവിക്കുന്ന കർത്താവാണേ, നിന്റെ സജീവാത്മാവാണേ, നീ രക്തപാതകത്തിൽ പ്രവേശിക്കുന്നതിലും സ്വയം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നിന്ന് നിന്നെ കർത്താവ് തടഞ്ഞിരിക്കുന്നുവല്ലോ. അതുവഴി നിന്റെ ശത്രുക്കളും എന്റെ നാഥനായ നിന്റെ നേർക്ക് തിന്മ നിരൂപിക്കുന്നവരും നാബാലിനെ പോലെ ആയിത്തീരട്ടെ. ഇപ്പോൾ നിന്റെ പരിചാരിക യജമാനനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച എന്റെ യജമാനന്റെ ചുവടടികളിൽ ചരിക്കുന്ന ഭൃത്യന്മാർക്ക് നൽകപ്പെടട്ടെ. കർത്താവ് എന്റെ യജമാനന് വിശ്വസ്തമായ ഒരു ഭവനം തീർക്കുക തന്നെ ചെയ്യും എന്നതുകൊണ്ട് നിന്റെ ദാസിയുടെ അപരാധത്തിന് മാപ്പേകിയാലും. കർത്താവിന്റെ യുദ്ധങ്ങളാണല്ലോ എന്റെ യജമാനൻ പൊരുതുന്നത്. നിന്റെ ദിനങ്ങളിലെ അകൃത്യം നിന്നിൽ കണ്ടെത്തപ്പെടുകയില്ല. നിന്നെ വേട്ടയാടാനും നിന്റെ ജീവൻ റാഞ്ചാനും മനുഷ്യൻ മുതിരുമ്പോൾ എന്റെ യജമാനന്റെ ജീവൻ നിന്റെ ദൈവമായ കർത്താവിനോടൊപ്പം ജീവനിക്ഷേപത്തിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ശത്രുക്കളുടെ ജീവനെയാകട്ടെ കവിണക്കുമ്പിളിൽ അവിടുന്ന് വീശിയെറിയും. എന്റെ യജമാനനെ സംബന്ധിച്ച നന്മ കർത്താവ് പറഞ്ഞതുപോലെയെല്ലാം നിനക്ക് വേണ്ടി അവിടുന്ന് നിർവഹിച്ചു കഴിയുമ്പോൾ നിന്നെ അവിടുന്ന് ഇസ്രായേലിനുമേൽ നായകനായി കൽപ്പിച്ചരുളും. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തി എന്നതും എന്റെ യജമാനൻ തനിക്ക് വേണ്ടി തന്നെ ഇടപെടട്ടെ എന്നതും എന്റെ യജമാനനായി നിനക്ക് ഇടർച്ചയും മനസാക്ഷിക്കുത്തും ആകാതിരിക്കട്ടെ. എന്റെ യജമാനന് കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ദാസിയെ ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, എന്നെ എതിരേൽക്കാൻ ഇന്നു നിന്നെ അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നിന്റെ വിവേകം അനുഗ്രഹീതം. രക്തപാതകത്തിൽ പ്രവേശിക്കുന്നതിലും എനിക്കായി എന്റെ കൈ ഇടപെടുന്നതിലും നിന്ന് എന്നെ ഇന്ന് തടഞ്ഞ നീയും അനുഗ്രഹീത. നേരെ മറിച്ച് നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ ജീവിക്കുന്ന കർത്താവാണേ, നീ തിടുക്കപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ വെള്ള കീറുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് തീർച്ചയായും അവശേഷിക്കുകയില്ലായിരുന്നു. അവൾ ദാവീദിന് കൊണ്ടുവന്നത് അവളുടെ കയ്യിൽ നിന്ന് അവൻ സ്വീകരിച്ചു. എന്നിട്ട് അവൻ അവളോട് പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നോക്കൂ, നിന്റെ സ്വരം ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ മുഖം ഞാൻ ഉയർത്തിയിരിക്കുന്നു. അബിഗായിൽ നാബാലിന്റെ പക്കലെത്തി. അപ്പോൾ അതാ അവന് തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലൊരു വിരുന്ന്. നാബാൽ ഉന്മേഷചിത്തനായിരുന്നു. അവൻ അധികമായി മദ്യപിച്ചിരുന്നു. വെള്ള കീറുന്നതുവരെ ചെറുതോ വലുതോ ആയ ഒരു കാര്യവും അവൾ അവനോട് വർണ്ണിച്ചില്ല. പ്രഭാതത്തിൽ നാബാലിൽ നിന്ന് ലഹരി ഇറങ്ങിയപ്പോൾ അവന്റെ ഭാര്യ ഇക്കാര്യങ്ങൾ അവനോട് വിവരിച്ചു. അപ്പോൾ അവന്റെ അന്തരംഗം നിർജീവമായി. അവൻ തളർന്നുപോയി.
ഏകദേശം 10 ദിവസമായപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. നാബാൽ മരിച്ചെന്ന് കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, എന്റെ മാനനഷ്ട വ്യവഹാരം നാബാലിന്റെ ചെലവിൽ നടത്തിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ദാസനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തി. നാബാലിന്റെ തിന്മ കർത്താവ് അവന്റെ തലയിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. അനന്തരം അബിഗായിലിനെ തന്റെ ഭാര്യയാക്കാനായി ദാവീദ് ആളയച്ച് അവളുമായി സംസാരിച്ചു. ദാവീദിന്റെ സേവകർ കാർമലിൽ അബിഗായിലിന്റെ അടുത്തു ചെന്ന് അവളോട് ഇപ്രകാരം പ്രസ്താവിച്ചു: ദാവീദ് തന്റെ ഭാര്യയായി നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ്. അവൾ എഴുന്നേറ്റ് മുഖം നിലത്തേക്ക് കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പരിചാരികയായി എന്റെ യജമാനന്റെ സേവകരുടെ പാദങ്ങൾ കഴുകേണ്ടതിന് ഇതാ നിന്റെ ദാസി. അബിഗായിൽ തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് കഴുതപ്പുറത്ത് സവാരി തുടങ്ങി. അവൾക്ക് പദാനുയാത്രികരായി അവളുടെ 5 ഭൃത്യകളും ഉണ്ടായിരുന്നു. ദാവീദിന്റെ ദൂതന്മാരുടെ പിന്നാലെ അവൾ സഞ്ചരിച്ചു. അങ്ങനെ അവൾ അവന് ഭാര്യയായി തീർന്നു. കൂടാതെ ജസ്രേലിൽ നിന്ന് അഹിനോവാമിനെയും ദാവീദ് സ്വീകരിച്ചു. അങ്ങനെ അവർ 2 പേർ കൂടി അവന് ഭാര്യമാരായി തീർന്നു. അപ്പോൾ സാവൂൾ തന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായ മീക്കലിനെ ഗല്ലിമിൽ നിന്നുള്ള ലായിഷിന്റെ മകൻ ഫാൽത്തിക്കു നൽകി. ജ്ഞാനത്തിന്റെ പുസ്തകം അധ്യായം 5. അപ്പോൾ തന്നെ പീഡിപ്പിച്ചവരുടെയും തന്റെ പ്രയത്നങ്ങളെ പരിഹസിക്കുന്നവരുടെയും മുമ്പിൽ നീതിമാൻ വലിയ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവനെ കാണുമ്പോൾ അവർ അതീവ ഭീതിയാൽ വിറകൊള്ളും. അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയഭരിതരാകും. അവർ പശ്ചാത്താപ വിവശരായി പരസ്പരം സംസാരിക്കും. ആത്മരോധനത്തോടെ അവർ വിലപിക്കും. അവർ പറയും, ഇവനെയാണ് നമ്മൾ ഒരിക്കൽ പരിഹസിക്കുകയും നിന്ദയ്ക്ക് പര്യായമാക്കുകയും ചെയ്തത്. നമ്മൾ ഭോഷന്മാർ. അവന്റെ ജീവിതശൈലി ഭ്രാന്തമാണെന്നും അവന്റെ അന്ത്യം നിന്ദ്യമാണെന്നും നമ്മൾ കരുതി. അവൻ എങ്ങനെ ദൈവപുത്രരുടെ ഇടയിൽ എണ്ണപ്പെട്ടു. അവന്റെ ഭാഗധേയം എങ്ങനെ വിശുദ്ധരുടെ ഇടയിലായി. അതിനാൽ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല. നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചതുമില്ല. അധർമ്മത്തിന്റെയും വിനാശത്തിന്റെയും പാതകളാൽ നാം സംതൃപ്തരാക്കപ്പെട്ടു. വഴിത്താരയില്ലാത്ത മരുപ്രദേശങ്ങളിലൂടെ നാം സഞ്ചരിച്ചു. കർത്താവിന്റെ മാർഗം നാം അറിഞ്ഞതുമില്ല. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്തു നേട്ടമുണ്ടായി? എന്താണ് ഗർവിനോടൊപ്പമുള്ള ധനം നമ്മിൽ ചൊരിഞ്ഞത്? അവയെല്ലാം നിഴൽ പോലെയും കടന്നുപോകുന്ന കിംവദന്തി പോലെയും അപ്രത്യക്ഷമായി. ഇളകി മറിയുന്ന ജലത്തിലൂടെ കടന്നുപോകുന്ന കപ്പൽ ചരിക്കുന്നതിന്റെ ഒരു അടയാളവും തിരമാലകളിലുള്ള അതിന്റെ അടിത്തട്ടുപാതയും കാണാനില്ലാത്തതുപോലെ, അഥവാ വായുവിലൂടെ പറക്കുന്ന പക്ഷി പോലെയാണത്. അതിന്റെ യാത്രയുടെ അടയാളമൊന്നും കണ്ടെത്താനാകുന്നില്ല. അതിന്റെ ചിറകടിയാൽ ലോലവായു കീറിമുറിക്കപ്പെടുകയും പറക്കലിന്റെ ശക്തിയാൽ പിളർക്കപ്പെടുകയും ചെയ്യുന്നു. ചിറകുകളുടെ ചലനത്താലാണ് അത് മുറിച്ചു കടക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് അതിന്റെ വരവിന്റെ ഒരടയാളവും കണ്ടെത്തപ്പെടുന്നില്ല. അഥവാ ഒരു ലക്ഷ്യത്തിലേക്ക് അസ്ത്രം എയ്യപ്പെടുന്നത് പോലെയാണത്. ഭേദിക്കപ്പെടുന്ന വായു ഉടൻ തന്നെ സ്വയം കൂടിച്ചേരുന്നു. അങ്ങനെ അതിന്റെ മാർഗം ആരും അറിയുന്നില്ല. അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി തുടങ്ങിയിരുന്നു. സുഹൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ലായിരുന്നു. നമ്മുടെ ദുഷ്ടതയിൽ നാം നശിപ്പിക്കപ്പെട്ടു. അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിര് പോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞു പോലെയുമാണ്. പുക പോലെ അത് കാറ്റാൽ ചിതറിക്കപ്പെടുന്നു. ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് കടന്നുപോകുന്നു. നീതിമാന്മാർ എന്നേക്കും ജീവിക്കുന്നു. അവരുടെ പ്രതിഫലം കർത്താവിലാണ്. അവരുടെ സംരക്ഷണം അത്യുന്നതന്റെ പക്കലാണ്. അതുകൊണ്ട് കർത്തൃകരത്തിൽ നിന്ന് അവർക്ക് പ്രതാപപൂർണമായ രാജ്യത്വവും സുന്ദരമായ കിരീടവും ലഭിക്കും. അവിടുന്ന് തന്റെ വലത്തുകരത്താൽ അവരെ സംരക്ഷിക്കും. തന്റെ ഭുജത്താൽ അവരെ കാത്തുകൊള്ളും.
അവിടുന്ന് തന്റെ തീഷ്ണതയാകുന്ന പടച്ചട്ടയണിയും. വൈരികളെ പ്രതിരോധിക്കാൻ തന്റെ സൃഷ്ടിയെ ആയുധമാക്കും. അവിടുന്ന് നീതിയെ മാർച്ചട്ടയായി അണിയും. നിഷ്പക്ഷ വിധി പടത്തൊപ്പിയാക്കും. അവിടുന്ന് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. തന്റെ ക്രോധത്തെ അവിടുന്ന് മൂർച്ച കൂട്ടി വാളാക്കും. ലോകം അവിടുത്തോടുകൂടെ മൂഢന്മാർക്കെതിരെ യുദ്ധത്തിനണിനിരക്കും. മിന്നൽ പിണറുകളുടെ ഉന്നമുള്ള അമ്പുകൾ മുന്നോട്ടു നീങ്ങും. മേഘങ്ങളാകുന്ന കുലച്ച വില്ലിൽ നിന്നെന്ന പോലെ അവ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. കവിണയിൽ നിന്നെന്ന പോലെ ക്രോധം നിറഞ്ഞ കൺമഴ വർഷിക്കപ്പെടും. കടൽ ജലം അവർക്കെതിരെ ക്ഷോഭിക്കും. നദികൾ അവരെ നിഷ്കരുണം മൂടിക്കളയും. അവർക്കെതിരെ ശക്തിയായ കാറ്റുവീശും. അത് കൊടുങ്കാറ്റുപോലെ അവരെ ചുഴറ്റിയെറിയും. അധർമ്മം ഭൂമിയെ മുഴുവൻ ശൂന്യമാക്കും. ദുഷ്കൃത്യം പ്രബലരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ സംഭവിച്ചു. ഒന്നും അവനെ കൂടാതെ സംഭവിച്ചിട്ടില്ല. അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ. അവൻ സാക്ഷ്യത്തിനായി വന്നു, പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ പ്രകാശമായിരുന്നില്ല, പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ ഉണ്ടായി, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ആകട്ടെ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, പ്രത്യുത ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അവന്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൽ നിന്നുള്ള ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ മുമ്പനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു. എന്തെന്നാൽ അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. കാരണം നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി വന്നു. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ആത്മബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.